യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ യോഗയും സ്ട്രെസ് മാനേജ്മെന്റും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ. മാനസിക സമ്മർദ്ദം എന്നത് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രതീക്ഷകൾ, പ്രതിസന്ധികൾ എന്നിവയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ശരീരത്തിന്റെ പ്രതികരണമാണ്. ശാസ്ത്രീയമായ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇത് ശരീരത്തിലെ ഫൈറ്റ് അഥവാ ഫ്ലൈറ്റ് പ്രതികരണമാണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ് ഈ പ്രതികരണങ്ങളെ കൊണ്ടുവരുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ ഭാവിയെ സംബന്ധിച്ചോ ഉള്ള ആകാംക്ഷയോ ആശങ്കയോ ഭയമോ എല്ലാം സ്ട്രെസ്സായി കാണപ്പെടാറുണ്ട്. ഈ മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാതെ വിടുമ്പോൾ ഇത് കൂടുതൽ ക്ലേശകരമാവുകയും അത് ശാരീരികമായ അസ്വസ്ഥതകളായി പെട്ടെന്ന് തന്നെ മാറുകയോ അഥവാ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സുകൾ ചിരകാലിക രോഗങ്ങളായി മാറുകയോ ചെയ്തേക്കാം. അതായത് തുടർച്ചയായ ശാരീരികമോ മാനസികമോ ആയ പിരിമുറുക്കം, ആശങ്ക, വിഷാദം, ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിങ്ങനെയുള്ളവ പരിഹരിക്കാതെ വിടുമ്പോൾ ശരീരത്തിലെ ഉയർന്ന കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ പ്രവർത്തനം നടക്കുകയും അവ ശരീരത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. വിവിധ രീതിയിലുള്ള വേദനകൾ, ഉറക്കമില്ലായ്മ, തലവേദന, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വിഷാദരോഗം, ഉത്കണ്ഠ എന്നിങ്ങനെയെല്ലാമായി ഇത് മാറിയേക്കാം. യോഗ ശീലിക്കുന്നത് ശരീരത്തിനും മനസ്സിനും പിരിമുറുക്കം കുറയ്ക്കുകയും റിലാക്സേഷൻ അഥവാ വിശ്രമം നൽകുകയും ചെയ്യുന്നു. യോഗാഭ്യാസങ്ങളിൽ എല്ലാം തന്നെ ശരീരത്തെയും ശ്വാസത്തെയും ശ്രദ്ധിച്ച് മനസ്സിനെ കൂടി ഏകോപിപ്പിച്ച് ചെയ്യുന്ന അഭ്യാസങ്ങളാകയാൽ ഇവ മനസ്സിന് നല്ല വിശ്രമവും മനസ്സിന്റെ വ്യക്തത അഥവാ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആത്മാവബോധം, അതായത് അവനവന്റെ ശരീര മനസ്സുകളെക്കുറിച്ചുള്ളതും ഓരോ നിമിഷത്തിലും ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ വേണ്ടതുമായ അവബോധത്തെ അഥവാ അവെയർനെസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. യോഗാസനങ്ങൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിന്റെ പിരിമുറുക്കം അയച്ച് പേശികളെ അയച്ച് ശരീരത്തിന് നല്ല വഴക്കം നൽകുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ഉജ്ജായി, ചന്ദ്രഭേദി പ്രാണായാമം, ശീതളി, ശീത്കാരി പ്രാണായാമങ്ങൾ മുതലായവ മനസ്സിനെ ശാന്തമാക്കി സ്വസ്ഥതയും ഉന്മേഷവും തരുന്നു. അമിതമായ ആശങ്ക അഥവാ ഉത്കണ്ഠ, ഭയം, അമിതമായ ചിന്തകൾ അഥവാ ഓവർ തിങ്കിങ് മുതലായവയിൽ ഇത് ഫലപ്രദമാണ്. മനസ്സിന്റെ ലതാർജി അഥവാ അലസത, ഉന്മേഷമില്ലായ്മ ഇവയെ അകറ്റാൻ കപാലഭാതി ക്രിയയും ഭസ്ത്രികാ പ്രാണായാമവും കുറച്ചു സമയം അഭ്യസിക്കുന്നത് നല്ലതാണ്. ഇതേ പ്രകാരം തന്നെ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ലളിതമായ ബ്രെത്ത് അവെയർനെസ് അഥവാ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ധ്യാനം ചെയ്യുന്നത് മനസ്സിന് വിശ്രമവും വ്യക്തതയും നൽകുന്നു. തുടക്കത്തിൽ ഇത് ധ്യാനരീതിയിൽ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചേക്കാം. എന്നാൽ സാവകാശം സ്ഥിരമായി ശീലിക്കുമ്പോൾ സ്വാഭാവികമായി മനസ്സ് ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്നു. യോഗ ശീലിക്കുമ്പോൾ അത് ഏകാഗ്രത, ഓർമ്മ, ധാരണാശേഷി മുതലായ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുക, നല്ല ഉറക്കം തരുക മുതലായവയും സംഭവിക്കുന്നു. ശാസ്ത്രീയമായി നോക്കിയാൽ പ്രാണായാമവും ധ്യാനവുമെല്ലാം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ സജീവമാക്കുകയും മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങളെ സജീവമാക്കുകയും ചെയ്യുന്നു. അതിലൂടെ ആഴത്തിൽ വിശ്രമവും ശാന്തതയും നൽകുന്നു. യോഗയും സ്ട്രെസ് മാനേജ്മെന്റും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.